ഇപ്പോൾ നമ്മൾ ആ വെള്ളം എത്തിച്ചു കൊണ്ട് കൊടുക്കുന്ന അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തകർ അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ 2 നില വീടിന്റെ മുകളിൽ താമസിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കയറില്ല എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ അപ്പോഴും ഈ അത്യാവശ്യ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഒക്കെ വേണ്ടി വരുന്ന സമയത്താണ് അതിൽ പെട്ടുപോകുന്നത്. എന്തായാലും റെസ്ക്യൂ പ്രവർത്തകർ അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ്. അവർ വെള്ളം ചോദിച്ച് തിരിച്ചു വരുന്ന സമയത്തേക്ക് അവർ ആ ക്യാമ്പിൽ നിന്ന് വെള്ളമടക്കം എത്തിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഈ ഏറ്റവും അത്യാവശ്യമായ സഹായങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും എത്തിച്ചേരണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മാറി താമസിക്കാൻ ആവശ്യപ്പെടുമ്പോൾ മാറി താമസിക്കണം എന്ന് പറയുന്നത്. എന്തായാലും താൽക്കാലികമായ ഒരു പരിഹാരം അവർക്കുണ്ടായിരിക്കുന്നു. ഇതിപ്പം കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടായിട്ട് അത് കൊടുത്താൽ പോരാ, അത് പരമാവധി 3-4 മണിക്കൂർ കൊണ്ട് തീർന്നു പോകും. രാത്രിയുമൊക്കെ അവിടെ തുടരേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നതാണ്. റഹീസ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. അവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ആ പ്രദേശത്തുള്ള മറ്റു വീടുകളിലും ഇതുപോലെ 2ാം നിലയിലേക്ക് തുടരുന്ന ആളുകളുണ്ടോ? കുറേ വീടുകളിൽ 2ാം നിലയിൽ തുടരുന്ന ആളുകളുണ്ട്. നമ്മൾ അവരോട് ചോദിച്ചു വെള്ളം കൊടുക്കുന്ന സമയത്ത്. ആ സമയത്ത് അവർ പറയുന്നത് അവർക്കവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, 2ാം നിലയിൽ വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന്. ഏറ്റവും അവസാനം നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് സാധാരണ ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോൾ അവരൊരു പക്ഷേ കഴിച്ചിട്ടുണ്ടാകാം. എങ്കിൽ പോലും അവർ തിരിച്ചു ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ എന്നതാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു ക്യാമ്പിലേക്ക് പോയപ്പോൾ ആ സമയത്ത് ഭക്ഷണം ഉള്ളത് മുഴുവൻ അവിടെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണം ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു ചോദിച്ചു, നിങ്ങളിനി ഭക്ഷണം കഴിക്കാനുണ്ടോ? അല്ല, ഇതിലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചു എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞു.